ശ്രീമൂലനഗരം വിജയൻ. ആലുവയിൽ നിന്നും 7-8 മൈലകലെ പെരിയാറിന്റെ തീരത്തെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് വിജയൻ ജനിച്ചു വളർന്നത്. ഇന്നും മലയാളികളുള്ള ലോകത്തിന്റെ ഏതു കോണിലും വിജയന്റെ പേരിനോട് ചേർന്ന് ഈ ഗ്രാമത്തിന്റെ പേരും അറിയപ്പെടുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ കവിതാരചനയിലും ചിത്രരചനയിലും കവിതാ പാരായണത്തിലുമുള്ള കമ്പം വിജയനെ കതിരുകൾ, അലയുന്ന കുഞ്ഞലകൾ, പൂക്കൾ വിരിയുന്നു, പുലരി തുടങ്ങിയ കവിതാസമാഹാരങ്ങളുടെ കർത്താവാക്കി. തുടർന്ന് സ്ത്രീവേഷങ്ങളിലൂടെ നാടകലോകത്തേക്ക് കടന്നു. കുടുംബ സദസ്സുകളിൽ അക്കാലത്ത് വല്യമ്മാവൻ ഗോവിന്ദൻ വൈദ്യരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ലഘുനാടകങ്ങളിലൂടെയാണ് വിജയൻ അഭിനയം ആരംഭിച്ചത്. സംസ്കൃത ഭാഷാ പണ്ഡിതനും സാഹിത്യ നിപുണനുമായ വിദ്വാൻ KR വേലായുധപ്പണിക്കരുടെയും ലക്ഷ്മിയമ്മയുടെയും മകനായ വിജയന് സാഹിത്യാഭിരുചി പൈതൃകമായി ലഭിച്ചത് തന്നെയാണ്. 50കളിൽ നാടകവേദിയിൽ പ്രസിദ്ധനായിരുന്ന പറവൂർ ഭാനുവാണ് പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് വിജയനെ കൊണ്ടുവന്നത്. ആലുവ ജയശ്രീ സംഗീത നടനകലാസമിതിയുടെ അഗതികൾ എന്ന നാടകത്തിലെ മാധുപിള്ളയെന്ന ഹാസ്യ കഥാപാത്രത്തിലൂടെ വിജയൻ കേരളത്തിലെ നാടകപ്രേമികളുടെ ഹരമായി. 1951-ൽ PJ ആന്റണിയുമൊത്തുള്ള നാടക ജീവിതത്തിലൂടെ വിജയന്റെ അഭിനയസിദ്ധി കലാകേരളം വിസ്തരിച്ചറിഞ്ഞു. മുന്തിരിച്ചാറിൽ കുറെ കണ്ണുനീർ, ഉഴവുചാൽ, ജീവിതം അവസാനിക്കുന്നില്ല, കടലിരമ്പുന്നു, ഇൻകുലാബിന്റെ മക്കൾ, മൂഷിക സ്ത്രീ, പൊതുശത്രുക്കൾ തുടങ്ങിയ PJയുടെ നാടകങ്ങളിലും പൊൻകുന്നം വർക്കിയുടെ മനുഷ്യൻ, വിശറിക്ക് കാറ്റുവേണ്ട, വഴി തുറന്നു എന്നീ നാടകങ്ങളിലും ഏരൂർ വാസുദേവിന്റെ ആദാമിന്റെ സന്തതികൾ, ബീഡൊരു ബലങ്ങല്ല എന്നീ നാടകങ്ങളിലും മിഴിവുറ്റ കഥാപാത്രങ്ങളായി വിജയനിലെ നടൻ ജീവിച്ചു. ഏതാണ്ട് 8000-ൽ പരം സ്റ്റേജുകളിലൂടെ മലയാളിയുടെ മനസ്സിൽ വിജയന്റെ കഥാപാത്രങ്ങൾ അന്നേ കയറിപ്പറ്റി. MS വാര്യരുടെ യാത്രക്കാരെ നിൽക്കുക, ചുവരുണ്ടായി, ഗോവിന്ദൻകുട്ടിയുടെ ആരോമലുണ്ണി, ഉണ്ണിയാർച്ച തുടങ്ങിയ നാടകങ്ങളിലും PJ ആന്റണിയുടെ നാടകങ്ങളിലും ഗാനരചനയിലൂടെയും മികവ് തെളിയിച്ചു. 1959-ലെ അഖില കേരള നാടകോത്സവത്തിൽ ഏറ്റവും നല്ല നടനുള്ള സ്വർണമുദ്ര 4 മണിക്കൂറുള്ള നാടകത്തിൽ വെറും 3 മിനിറ്റ് മാത്രം രംഗത്ത് നിറഞ്ഞാടിയാണ് വിജയൻ കരസ്ഥമാക്കിയത്. 1970-ൽ കേരള സംഗീത നാടക അക്കാദമിയുടെ നാടക മത്സരത്തിൽ മുകളിലാകാശം താഴെ ഭൂമി, സംഗമം എന്നീ നാടകങ്ങളിലെ മികവിന് ഏറ്റവും നല്ല ഹാസ്യമടനുള്ള സ്വർണ്ണ മെഡൽ. തുടർന്ന് നാടകരംഗത്ത് ഒട്ടേറെ പുരസ്കാരങ്ങൾ വിജയനെ തേടിയെത്തി. മരണശേഷവും KCBCയുടെ മത്സരത്തിൽ ഏറ്റവും നല്ല നാടകകൃത്തായി കളരി എന്ന നാടകത്തിലൂടെ വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. KPTA, KPSC, PJ തിയേറ്റേഴ്സ്, പൂഞ്ഞാർ നവധാര, കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ്, വിജയ തിയേറ്റേഴ്സ്, കാളിദാസ കലാകേന്ദ്രം, കേരള സ്റ്റേജ് തുടങ്ങി അനവധി നാടക സമിതിയുമൊത്ത് പ്രവർത്തിച്ചു. തുടർന്ന് നാടകരംഗത്ത് ഒട്ടേറെ പുരസ്കാരങ്ങൾ വിജയനെ തേടിയെത്തി. മരണശേഷവും KCBCയുടെ മത്സരത്തിൽ ഏറ്റവും നല്ല നാടകകൃത്തായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ടു. രചയിതാവായും സംവിധായകനായും നടനായും ഗാനരചയിതാവായും അരങ്ങിൽ നിറഞ്ഞു നിൽക്കെ സിനിമയിലും വിജയൻ വേറിട്ടൊരു ശൈലി കാഴ്ചവെച്ചു. കുടുംബിനി, ഒരാൾ കൂടി കള്ളനായി, ഭൂമിയിലെ മാലാഖ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സഹസംവിധായകനായും ഗാനരചയിതാവായും കടന്നുയെന്ന് വിജയൻ തന്റെ ഇരിപ്പിടം ഉറപ്പിക്കുകയായിരുന്നു. 20ഓളം നാടകങ്ങൾ എഴുതി. എന്റെ ഗ്രാമം, തിരയും തീരവും, ടൂറിസ്റ്റ് ബംഗ്ലാവ്, പ്രളയം, പത്മതീർത്ഥം, മിടുക്കി പൊന്നമ്മ, ചക്രായുധം, സൊസൈറ്റി ലേഡി, മധുരിക്കുന്ന രാത്രികൾ, പഞ്ചതന്ത്രം, ആരണ്യകാന്ഡം തുടങ്ങിയ സിനിമകൾ എഴുതുകയും ഗാനരചന നിർവഹിക്കുകയും ചെയ്തെങ്കിലും വിജയൻ ഒരു ചിത്രം മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ, എന്റെ ഗ്രാമം. അതാകട്ടെ വിജയന്റെ സ്വന്തം നാട് ചിത്രീകരിച്ചു. സാമൂഹ്യ തിന്മകൾക്കെതിരെ രൂക്ഷ വിമർശന സ്വഭാവമുള്ള 25-ലേറെ നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്ത വിജയൻ മുസ്ലിം വേഷങ്ങളും ഭാഷാ വ്യതിയാനങ്ങളും ഇന്നും ചർച്ചയാണ്. മാപ്പിളപ്പാട്ടെഴുത്തിന് പുതിയൊരു വഴി തുറന്നവരിൽ അഗ്രിമസ്ഥാനത്താണ് ശ്രീമൂലനഗരം വിജയൻ. വിജയന്റെ അക്കാലത്തെ മാപ്പിളപ്പാട്ടുകൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ അന്നും ഇന്നും മൂളി നടക്കുന്നുണ്ട്. വിജയന്റെ തൂലികയിൽ നിന്നുതിർന്ന കൽപ്പാന്തകാലത്തോളം എന്ന സിനിമാ ഗാനവും ഈ പുതിയ ജനറേഷനും ഏറ്റുപാടുന്നത് കലാകേരളം
അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. സ്വന്തം നാടിനെയും നാട്ടുകാരെയും അഭ്രപാളിയിൽ പകർത്തിക്കാട്ടി ചരിത്രമാക്കിയാണ് വിജയൻ തന്റെ വിസ്മയ ജീവിതം പൂർത്തിയാക്കി 61 വയസ്സിൽ മടങ്ങിയത്. കലാരംഗത്ത് ഒട്ടേറെ പ്രതിഭകളെ മനസ്സറിഞ്ഞ് സംഭാവന ചെയ്ത നന്മയും വിജയനോളം അധികം പേർക്കും അവകാശപ്പെടാനാകില്ലെന്ന സത്യം കൂടി കാലങ്ങൾക്കിപ്പുറം നാം തിരിച്ചറിയുന്നു. കാഥികനായി കലാരംഗത്ത് വന്ന കൂത്താട്ടുകുളം രാമകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനെ നടനവേദിയിലെ വിസ്മയമാക്കി തീർത്തതിൽ ശ്രീമൂലനഗരം വിജയന്റെയും അനുജൻ ശ്രീമൂലനഗരം മോഹന്റെയും പങ്ക് വലുതാണ്. മോഹന്റെ 20ഓളം നാടകങ്ങളിൽ 12 യശശരീരനായ MK വാര്യരായിരുന്നു നായകൻ. അച്ഛന്റെ പാത പിന്തുടർന്നെത്തിയ വിജയന്റെ മകൻ പൊന്നൻ കലാരംഗത്ത് ദേശീയ അവാർഡ് നേട്ടത്തിലൂടെ നമ്മുടെ ഗ്രാമത്തിനും MK വാര്യർ നാടകാലയത്തിനും അഭിമാനമാകുന്നു. നടൻ, നാടകകൃത്ത്, കാർട്ടൂണിസ്റ്റ്, നോവലിസ്റ്റ്, ഗാനരചയിതാവ്, തിരക്കഥാകാരൻ എന്നീ നിലകളിൽ ശ്രീമൂലനഗരം വിജയൻ എന്ന ഉജ്ജ്വല കലാകാരന്റെ സജീവ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് 2017 25 വർഷം പൂർത്തിയാകുന്നു. ചരിത്രത്തിലേക്ക് അടയാളമുദ്രകൾ ചാർത്തി കടന്നുപോയവരുടെ ഓർമ്മകളാണ് നമുക്ക് ഊർജമാകേണ്ടത്. തലമുറകൾക്ക് കൈമാറേണ്ട വെളിച്ചം പകർന്നവരെ ബോധപൂർവം നാം മറന്നാൽ നാം ഭാവി മറക്കുന്നു എന്നാണർത്ഥം. കലാകേരളത്തിനൊപ്പം MK വാര്യർ നാടകാലയവും ആദരവോടെ ശ്രീമൂലനഗരം വിജയന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലുമെന്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലുമെന്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന, കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ. കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കർപ്പൂരമെരിയുന്ന കരിമണ്ഡപത്തിലെ
കാർത്തിക വിളക്കാണു നീ കർപ്പൂരമെരിയുന്ന കരിമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമയിതമയന്തിനീ കതിർമയിതമയന്തിനീ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും